ഹലോ ഗേസ് സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ ഇന്നലെ തേർഡ് പാർട്ടി ഇവന്റ് സമത്വ എലൈറ്റ് സീരീസ് 10,08,000 പ്രൈസ് പൂൾ വരുന്നവന്റെ സെമി ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ടീം ജെല്ലിയാണ് ആ ഒരു പോസ്റ്റ് ടേബിളിൽ ടോപ്പ് നിൽക്കുന്നത്. 3 മാച്ചിൽ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് മൂന്നാമത്തെ മാച്ചിൽ ടീം സ്വന്തമാക്കിയത്. അങ്ങനെ ആഷ് 1 പൊസിഷനിൽ 37 പോയിന്റുമായിട്ട് ടീം ജെല്ലി നിൽക്കുന്നുണ്ട്. ടീം ജെല്ലിയുടെ ഒരു കംബാക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗോഡലിന് ചേർന്നതിന് ശേഷം ജെല്ലിയുടെ ഒരു ഭയങ്കര ഒരു ഡൗൺഫാൾ ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ TSWയിലെ പ്ലേയേഴ്സിനെയും വെച്ചിട്ട് ജെല്ലി ഒരു കംബാക്ക് അടിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് നടക്കുന്ന തേർഡ് പാർട്ടി ഇവന്റുകളിലൊക്കെ ടീം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇനി ആ ഒരു ചാമ്പ്യൻ പട്ടം കൂടിയും ടീം ജെല്ലി സ്വന്തമാക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സെക്കൻഡ് റെക്കനിങ് ആണ് നിൽക്കുന്നത് 33 പോയിന്റോട്. തേർഡ് 8 ബിറ്റ് നിൽക്കുന്നുണ്ട് 32 പോയിന്റോട്. നമ്മളെ പാബിലൊക്കെ കളിക്കുന്ന മല്ലു ടീമായുള്ള AOPയും ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. 3 മാച്ചുകളായിരുന്നു അവരും കളിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് മാച്ചിൽ 4 ഫിനിഷ് പോയിന്റോട് കൂടിയിട്ട് 5 പോയിന്റ് സ്വന്തമാക്കി. മാച്ച് 2ല് 5 ഫിനിഷ് പോയിന്റ് അടക്കം 5 പോയിന്റും മാച്ച് 3ല് 4 ഫിനിഷ് പോയിന്റ് അടക്കം 4 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. ഫിനിഷേഴ്സുകളെ ടീം സ്വന്തമാക്കുന്നുണ്ട്. ഫിനിഷേഴ്സിന്റെ കാര്യത്തിൽ 3 മാച്ചുകളും കൺസിസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് സോളിലേക്ക് ടീമിന് എത്താനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു പ്ലേസ്മെന്റ് പോയിന്റ്സ് ടീമിന് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ 3 മാച്ച് അവസാനിച്ചപ്പോൾ 17ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 14 പോയിന്റുമായിട്ട്. ഇന്നാണ് സെമി ഫൈനൽസിന്റെ ലാസ്റ്റ് ഡേ വരുന്നത്. ടോപ്പ് 16 ടീമുകളാണ് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ. അപ്പൊ AOPക്ക് ഒരു ചിക്കൻ സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈസി ക്വാളിഫിക്കേഷൻ ആണ്. അല്ലെങ്കിൽ അത്യാവശ്യം ഫിനിഷസുകൾ സ്വന്തമാക്കിക്കൊണ്ട് ആ ഒരു ടോപ്പ് 16ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് നമുക്ക് AOPനെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നാണ് ലാസ്റ്റ് ഡേ. മാച്ചുകൾ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. സമത്വം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഈ ഒരു മാച്ചുകൾ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് 1 കോടി രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ ചലഞ്ച് സീസൺ ആണ് ഇനി നടക്കാനിരിക്കുന്നത്. നാളെ മുതൽ നമുക്ക് ചലഞ്ച് സീസൺ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. 16 ഇൻവൈറ്റഡ് ടീംസുകളും 16 ക്വാളിഫൈഡ് ടീംസുകളാണ് കളിക്കുന്നത്. നമ്മുടെ ഓപ്പൺ ഫൈനൽസ് നിന്നും 16 ടീമുകൾ ക്വാളിഫൈ ആയി വന്നിട്ടുണ്ട്. അതിൽ നമ്മളെ മലയാളി പ്ലെയറായുള്ള ഈവിൾ കളിക്കുന്ന JenXFും ക്വാളിഫൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മല്ലൂർഗായുള്ള മിത്ത് ഒഫീഷ്യൽസും ക്വാളിഫൈ ആയിട്ടുണ്ട്. അതിന് പുറമെ 16 ഇൻവൈറ്റഡ് ടീംസുകളെയും കൂടിയാണ് ഇതിൽ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 32 ടീമുകളാണ് ചലഞ്ച് സീസണിൽ കളിക്കാൻ പോകുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളായിരിക്കും ഈ ഒരു മാച്ചുകൾ ഉണ്ടാകുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ മാച്ചുകൾ ഉണ്ടാവില്ല. അങ്ങനെ 4 വീക്ക് നീണ്ടു നിൽക്കുന്ന മാച്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വെറും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മാത്രമേ മാച്ചുകൾ ഉണ്ടാവൂ. അതിൽ നിന്നും ടോപ്പ് 16 ടീമുകളാണ് ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ ടീമുകൾ ക്വാളിഫൈ ആകും. ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ എത്രത്തോളം ഉണ്ടാവും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മൾ എസ്പവർ ഇതാ പുതിയൊരു ടീമിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. കാർണിവൽ ഗെയിമിംഗിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം എസ്പവർ ഏത് ടീമിലേക്ക് പോകും, സോളിലേക്ക് തിരിച്ചു പോകുമോ, ഗോളിലേക്കിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫൈനലി ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. എസ്പവർ വേഴ്സറ്റൈൽ VXTയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോംരാജ്, റൈഡന്, ആക്വനോക്സ്, ട്രോയ് തുടങ്ങിയ ആ ഒരു ലൈനപ്പിലേക്കാണ് എസ്പവർ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ടീമിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എസ്പവറിന് എന്തോ റെക്കോർഡ് ബ്രേക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ T1 ടീമുകളിലും കളിക്കണം എന്നൊരു റെക്കോർഡ് നമ്മൾ എസ്പവർ സൃഷ്ടിക്കാനുണ്ട് എന്ന് തോന്നുന്നു. എല്ലാ ടീമുകളും ഏകദേശം ഒരുപാട് ടീമുകളിലായി ഇപ്പൊ കളിക്കുന്നു. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് ഇനിയും ടീം മാറിയിട്ട് ഏകദേശം എല്ലാ T1 ടീമിലും നമ്മൾ എസ്പവർ കളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ. എന്റെ അടുത്തൊരു ലൈനപ്പ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ വെനം ഗെയിമിങ്ങിലെ ആ ഒരു പ്ലേയേഴ്സ് ഗോൾഡ് സ്ട്രെയിനിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലേയേഴ്സ് ഫീനിക്സ് സ്പോർട്സിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ കേരള കമ്മ്യൂണിറ്റി കപ്പിൽ ആ ഒരു സെക്കൻഡ് റണ്ണറപ്പ് ആയുള്ള സിഗ്നേച്ചർ സ്പോർട്സും അവരുടെ ലൈനപ്പിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ഒഫീഷ്യലി അവർ ആ ഒരു ലൈനപ്പ് അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയോളം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ ഇപ്പോൾ കമന്റ് രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.